രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം ഇതാദ്യമായാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിക്കുന്നത്. ചേലക്കര വിജയം. ചേലക്കരയിൽ LDF CPM വിജയിച്ചിരിക്കുന്നു. ഫലം മറിച്ചായിരുന്നെങ്കിൽ എന്തായേനെ? അത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന എല്ലാ പൊതു തെരഞ്ഞെടുപ്പുകളിലും CPM പരാജയപ്പെട്ടു എന്ന് വന്നേനെ. അത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിധിയെഴുത്താണെന്ന് വന്നേനെ. അങ്ങനെ നിരവധി ആക്ഷേപങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പ് പോലും അപകടത്തിലാവുന്ന തരത്തിലായേനെ. പക്ഷേ അത് സംഭവിച്ചില്ല. ചേലക്കരയിൽ വിജയിച്ചു. ത്രികോണ മത്സരത്തിൻ്റെ ഹൈലൈറ്റ് പാലക്കാടായിരുന്നു. സസ്പെൻസ് ത്രില്ലർ പോലുള്ള പോരാട്ടം. പക്ഷേ CPM-നും LDF-നും ജീവൻ മരണ പോരാട്ടം ചേലക്കര തന്നെയായിരുന്നു. പോരാട്ടത്തിനൊടുവിൽ നിലനിർത്തി CPM കരുത്തു കാട്ടുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ തോൽവിയിൽ നിന്ന് എഴുതിത്തള്ളാനാകില്ലെന്ന് CPM-ഉം LDF-ഉം വീണ്ടും തെളിയിക്കുന്നു. ചേലക്കരയിൽ ഫലം മറിച്ചായിരുന്നെങ്കിൽ അത് CPM-നെ ഉലയ്ക്കുക തന്നെ ചെയ്യുമായിരുന്നു. വിവാദങ്ങളുടെ കുത്തൊഴുക്കിലും ചേലക്കരയുടെ ചുവപ്പുമായാതെ നിന്നതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന് പാർട്ടി സമ്മേളനങ്ങളിൽ അത് കൂടുതൽ കരുത്ത് പകരും എന്നത് തീർച്ച തന്നെ. ചേലക്കരയിൽ തമ്പടിച്ചു പ്രചരണം നയിച്ച മുഖ്യമന്ത്രിയായിരുന്നു. തൃശ്ശൂർ പൂരം, കലക്കൽ, കരമന്നൂർ വിവാദം അടക്കം കടുത്ത വിവാദങ്ങൾ സൃഷ്ടിച്ച വെല്ലുവിളികളെ അതിജീവിച്ചാണ് LDF ഈ വിജയം നെയ്തെടുത്തത് എന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. CPM-ന്റെ സംഘടനാ സംവിധാനത്തിൻ്റെ ശക്തി വിളിച്ചോതുന്നു ഈ വിജയം. 2026-ലേക്ക് CPM-ന് പ്രതീക്ഷ നൽകുന്നത് കൂടിയാണ് ഈ വിജയം എന്ന് പറയാം. രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം ആദ്യമായാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിക്കുന്നത്. മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണനെ CPM ആലത്തൂരിൽ മത്സരിച്ചത് തന്നെ കൈവിട്ട കോട്ട തിരിച്ചുപിടിക്കാനായിരുന്നു. 1.5 ലക്ഷം വോട്ടിന് PK ബിജുവിനെ തോൽപ്പിച്ച രമ്യ ഹരിദാസ് പിടിച്ചെടുത്ത മണ്ഡലം 20,000 വോട്ടിന് രാധാകൃഷ്ണൻ തിരിച്ചുപിടിച്ചു. ഈ കോട്ട തിരിച്ചുപിടിക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്ന കോട്ട കൈവിട്ടാൽ അത് വലിയ ക്ഷീണമായിരുന്നു. UR പ്രദീപ് പാർട്ടിയുടെ വിശ്വാസം കാത്തു. പ്രദീപിന്റെ സൗമ്യതയും ഇടപെടലും ജനകീയതയും LDF-ന്റെ പ്ലസ് പോയിന്റ് ആവുകയും ചെയ്തു. ഇതാണ് ചേലക്കര വിജയത്തിൽ CPM-ന് ഉണ്ടായിരിക്കുന്ന ഒരു നേട്ടം.